എനിക്കിട്ടവർക്ക് കൊള്ളത്തില്ല ഗൈസ്. എനിക്കിത് അബദ്ധം. നല്ല കിടില സാധനം, ഇട്ടാലും നല്ല സൂപ്പർ സാധനം. വിലയോ വെറും 40 രൂപ. ഞാനത് കന്യാകുമാരിയിൽ നിന്ന് മേടിച്ചത്. കൂട്ടിന് കാക്കയുണ്ട്, കോഴിയുണ്ട്, കോഴിയുടെ സൗണ്ടുണ്ട്. കോഴിയുടെ സൗണ്ട് കേൾക്കുന്നു. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നമ്മുടെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ പുതിയ വീഡിയോസ് ഇടാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും നമുക്കൊരു ഇൻസ്പിറേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ പുതിയ വീഡിയോസൊക്കെ അപ്ഡേറ്റഡ് ആയിട്ട് വരുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കമ്മൽ കളക്ഷൻസ്, ജുംക്ക കളക്ഷൻസ് കാണിക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഒരുപാടൊന്നുമില്ല, കുറച്ച് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്പെഷ്യൽ ഫംഗ്ഷനൊക്കെ ഞാൻ അത്യാവശ്യം ഉപയോഗിക്കുന്ന കുറച്ച് ജുംക്കളുടെ കളക്ഷൻസ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. പിന്നെ ഇതിന് മുന്നേ ഒരു കുഞ്ഞു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിച്ച 2-3 കമ്മലുകളുടെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു എന്നാൽ പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് എൻ്റെ കയ്യിലുള്ള കളക്ഷൻസ് ഒന്ന് കാണിക്കാമെന്ന്. നമ്മൾ പെൺപിള്ളേർക്കൊക്കെ കമ്മലുകളൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണല്ലോ. എന്നെ പേഴ്സണലി ഞാൻ ജുംക്കകൾ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരാളാണ്. സ്റ്റഡ്സ് യൂസ് ചെയ്യും, എന്നിരുന്നാൽ കൂടിയും ജുംക്കയാണ് കൂടുതൽ. എപ്പോൾ കണ്ടാലും ഭ്രാന്ത് പിടിച്ച് മേടിക്കുന്നത് ജുംക്കകളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ എല്ലാവർക്കും ഉള്ള പോലെ തന്നെ എല്ലാ കമ്മലിൽ മേടിക്കുന്നതിന് പിറകിൽ ഒരു കഥ പറയാൻ കാണും. അല്ലെങ്കിൽ ഏത് കമ്മൽ നമ്മൾ എടുത്താലും അതിന് പിറകിൽ എന്തെങ്കിലും ഒരു റിലേറ്റഡ് കഥയോ അല്ലെങ്കിൽ അനുഭവമോ അല്ലെങ്കിൽ വ്യക്തിയോ ഒക്കെ കാണും. അങ്ങനെ എൻ്റെ എല്ലാ കമ്മലിൻ്റെ പിറകിലും ഓരോരോ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോരോ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഈ ഒരു വീഡിയോ ഒട്ടൊന്നും തീരത്തില്ല, ഒരുപാട് ലോങ് ആയി പോകും. അവിടെ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞങ്ങ് പോകാൻ കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് മക്കൾ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ അവരെയും കൂടെ ഒന്ന് നോക്കണമല്ലോ. അപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് അവർ ഫ്രണ്ടിലൂടെ നിൽപ്പുണ്ട്. അപ്പോൾ അവരെയും കൂടെ നോക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കമ്മലെന്ന് പറയുന്നത് ഇതാണേ. ഇത് കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം ഓണത്തിന് ഞാൻ എടുത്തിട്ടുള്ള ഒരെണ്ണമായിരുന്നു. ഇത് നമ്മൾ കൊട്ടിയത്ത് റോയൽ ബൊട്ടീക്ക് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടി ഷോപ്പ്, സാധനങ്ങളൊക്കെ ഇങ്ങനത്തെയുള്ള കമ്മലുകളും കോസ്മെറ്റിക് ഐറ്റംസൊക്കെ കിട്ടുന്ന കടയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് മേടിച്ചതാണ്. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് നല്ല വിലയായിരുന്നു. ഇത് 250 റുപ്പീസിൻ്റെ ഒരു കമ്മലായിരുന്നു. അപ്പോൾ ഇത് നല്ല കിടിലൻ കമ്മലാണ് കേട്ടോ. അവിടെ നമ്മുടെ ബ്ലാക്ക് മെറ്റൽ, റോസ് ഗോൾഡ്, അതുപോലെ തന്നെ പേളിൻ്റെയൊക്കെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ഇത് നല്ലതായിട്ട് ഡ്യൂറബിലിറ്റി ഉള്ള സാധനം. അത് ഒന്നും ഫെയ്ഡായിട്ടോ മുത്തിനോ ഒന്നും ഒരു കേടുമില്ല. ഞാൻ ഒരുപാട് വട്ടം യൂസ് ചെയ്തിട്ടുള്ളൊരു കമ്മലാണ്. ഇതെൻ്റെ ഫേവറേറ്റ് ഉള്ള കമ്മലാണ്. നല്ല വലിയൊരു ജുമുക്കയാണ്, എന്നിരുന്നാൽ കൂടി ഞാൻ ഒരുപാട് വട്ടം യൂസ് ചെയ്യും. അങ്ങനെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കമ്മൽ അതാണ്. ഇനി അടുത്ത കാണിക്കാൻ പോകുന്നത് പറയുന്നത് ഈ കമ്മൽ വാങ്ങിയതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കൊട്ടിയത്ത് നിന്ന് വാങ്ങിച്ച വേറൊരു കമ്മലാണ്. ഇത് ഓണത്തിന് വേണ്ടി മേടിച്ചതാണ്. പക്ഷേ അന്ന് ഞാൻ ഇട്ടത് മറ്റേ കമ്മലാണെങ്കിൽ കൂടി ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് കളക്ഷനിൽ വരുന്ന ഒരെണ്ണമാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 95 റുപ്പീസ് ആയിരുന്നു അന്ന് വന്നത്. അപ്പോൾ ഇതിപ്പം ഒരു വർഷം കഴിഞ്ഞു. ഇതും നല്ലൊരു കമ്മലാണ് കേട്ടോ. നല്ല ഹെവി ആയിട്ടുള്ളൊരു ജുംക്കയാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ അടുത്ത കാണിക്കാൻ പോകുന്നത് വേറെ ജുംക്ക എന്ന് പറയുന്നത് ഒരു ഗോൾഡ് ടൈപ്പ് ജുമുക്കയാണ്. ഇതെൻ്റെ കസിൻ്റെ കല്യാണത്തിന് മേടിച്ചതാണ്. അപ്പോൾ ഇത് നല്ല ഹെവിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഹെവി ആയതുകൊണ്ട് തന്നെ നമ്മൾ കാഷ്വൽ ആയിട്ടുള്ള ഒക്കേഷൻസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഹെവി ആയിട്ടുള്ളൊരു കമ്മലാണ്. അപ്പോൾ ഞാൻ വല്ലപ്പോഴും കൂടിയൊക്കെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യുന്ന മാത്രമേ ഉണ്ടാവുള്ളൂ ഇത്. അപ്പോൾ അടുത്തത് കാണിക്കാൻ പോകുന്നത് സെയിം എൻ്റെ കസിൻ്റെ എൻഗേജ്മെൻറ്റിന് എടുത്തതാണ്. അപ്പോൾ നല്ലൊരു കമ്മലാണ്. നമുക്ക് ഇച്ചിരി ഒന്ന് ഒരുങ്ങി ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കിടിലൊരു കമ്മലാണിത്. അപ്പോൾ ഇതൊക്കെ ഇതൊരു 1000 രൂപ അടുപ്പിച്ചായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നേ കാണിച്ച ഈ ഒരു കമ്മലെന്ന് പറയുന്നത് ഒരു 2000 എബോവ് ഒരു കമ്മലാണ്. ഇപ്പോൾ നല്ല ഹെവി ആയിട്ട് നല്ല കുറേ കാലം കിടക്കുന്ന ടൈപ്പ് കമ്മലുകളാണ് കേട്ടോ ഇതൊക്കെ. അടുത്ത കമ്മലെന്ന് പറയുന്നത് ഇതൊരു ബ്ലാക്ക് ടെറാക്കോട്ട ടൈപ്പ് വരുന്നൊരു കമ്മലാണ് ഇത് ഞാൻ പാരിപ്പള്ളി നമ്മുടെ കുടിമൂട്ടിൽ അമ്പലം കേട്ടിട്ടുണ്ടാവുമോ നിങ്ങളറിയില്ല, ഫേമസ് ആയിട്ടുള്ള അമ്പലമാണ്. അപ്പോൾ അവിടെ കഴിഞ്ഞ ആണ്ടിൽ ഉത്സവത്തിന് പോയപ്പോൾ എടുത്തതാണ് കേട്ടോ. എവിടെ പോയാലും ഞാനൊരു കമ്മലെടുക്കും. എങ്ങനെ ഒരു കുഞ്ഞു കമ്മലെങ്കിലും എങ്ങനെയെങ്കിലും ഞാൻ എടുക്കും. അപ്പോൾ അന്ന് എടുത്തൊരു കമ്മലാണിത്. ഇതും 100 അങ്ങനെ കണ്ട റേഞ്ചായൊരു കമ്മലാണ്. പിന്നെ ഇത് എൻ്റെ കസിൻ്റെ കല്യാണം ഉണ്ടോ അതില്ല. കസിൻ എന്ന് പറയുന്നത് മന്നിയുടെ ചേച്ചിയാണ്, മീനു. അപ്പോൾ അവളുടെ കല്യാണത്തിന് വേണ്ടി അവൾക്ക് വേണ്ടി ഒരു ഹെവി നെക്ലേസ് റിസപ്ഷൻ ഇടാൻ വേണ്ടി എടുത്തതായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയ കമ്മലായിരുന്നു ഇത്. പുള്ളിക്കാരിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. പകരം കമ്മൽ പ്രാന്തിയായിട്ടുള്ള ഞാനിവിടെ ഉണ്ടല്ലോ, അങ്ങനെ എനിക്ക് തന്നു. എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇനി ഇതെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, എല്ലാ കമ്മലിന് പിറകിലും ഒരു കഥയുണ്ട്, അല്ലെങ്കിൽ എല്ലാ കമ്മലിന് പിറകിലും ഒരു വ്യക്തിയുണ്ട്. അങ്ങനെ ഇത് എൻ്റെ മഞ്ഞയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്തവണ കോളേജിൽ നിന്ന് സ്റ്റാഫ് ടൂർ പോയായിരുന്നു കൊടൈക്കനാൽ. അപ്പോൾ കൊടൈക്കനാലിൽ പോയപ്പോൾ ഒരു കല്യാണ ചെറുക്കനും പെണ്ണും വരുന്നൊരു കമ്മൽ അവൾക്ക് മേടിച്ചു കൊടുത്തതാണ്. അവൾക്ക് വാങ്ങിക്കൊടുത്തു, അവൾ 2 വട്ടം ഇട്ട്, പിന്നെ ഞാൻ ഇടുന്നു. ആർക്ക് വാങ്ങിയാലും കമ്മൽ അവർക്ക് കൊടുക്കുന്നു, പിന്നെ നമുക്ക് തരുന്നു, ഞാൻ ഇടുന്നു. ഇതെന്ന് പറയുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള കമ്മലാണ്. നമ്മൾ ടീച്ചറാകുമ്പോൾ അറിയാമല്ലോ, കുട്ടികളായാലും ടീച്ചേഴ്സ് ആണെങ്കിലും ഒരുപാട് നമുക്ക് ഗിഫ്റ്റൊക്കെ തരും. അങ്ങനെ എൻ്റെ ഒരു ഫേവറേറ്റ് സ്റ്റുഡൻറ്റ് എനിക്ക് തന്നൊരു കമ്മലാണിത്. പുള്ളിക്കാർ നാഷണൽ ക്യാമ്പിന് പോയിട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഗിഫ്റ്റായിട്ട് കൊണ്ടുതന്നത്. കാരണം അറിയാം, മിസ്സിന് കമ്മൽ ഭ്രാന്താന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവൾ എനിക്ക് കൊണ്ട് തന്നൊരു കമ്മലാണിത്.
അത് സ്റ്റുഡൻറ്റ് തന്നെയാണ്. ഇത് അടുത്തെന്ന് പറയുന്നത് ഇത് വേറൊരു ഫേവറേറ്റ്. എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു ടീച്ചറുണ്ടായിരുന്നു, സ്റ്റെഫി, ഡോക്ടർ സ്റ്റെഫി. പുള്ളിക്കാരി നാട്ടിൽ സ്വന്തം നാടിനെക്കുറിച്ച് ഭയങ്കര അഭിമാനത്തോടു കൂടി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവളുടെ നാട്ടിൽ ഇങ്ങനത്തെ കമ്മലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടെന്ന് പറഞ്ഞ് ഒരു ദിവസം ഇട്ടുകൊണ്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിനി പോകുമ്പോൾ എനിക്കൂടി ഒരെണ്ണം മേടിക്കണമെന്ന് പറഞ്ഞപ്പോൾ സർപ്രൈസായിട്ട് പിന്നെ വന്നപ്പോൾ എനിക്ക് വാങ്ങിക്കൊണ്ട് തന്നൊരു കമ്മലാണ് കേട്ടത്. അപ്പോൾ എൻ്റെ കൊളീഗിൻ്റെ ഓർമ്മയ്ക്ക് ഞാൻ സൂക്ഷിച്ച് വെക്കുന്നതാണ്. അപ്പോൾ ഇതെൻ്റെ വേറൊരു ഫേവറേറ്റ് കമ്മലാണ്. ഇനി ഇതെന്ന് പറയുന്നത് നമ്മളിപ്പം അറിയാലോ ബംഗാളി ചേട്ടന്മാർ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ അവരുടെ കമ്മലുകൾ കേരളത്തിലുള്ള പെൺകുട്ടികൾ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ബംഗാളി ചേട്ടൻ്റെ കയ്യിൽ നിന്ന് പാരിപ്പള്ളിയിൽ നിന്ന് മേടിച്ചതാണിത്. ഇത് മഞ്ഞയ്ക്കൊരു ഗ്രീൻ കളർ ടോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി എനിക്ക് കമ്മൽ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ നിന്ന് എടുത്തതാണിത്. പക്ഷേ കൊള്ളാം, നമ്മൾ വല്ലപ്പോഴൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു കമ്മലാണത്. അങ്ങനെ മേടിച്ചതാണത്. ഇതെന്ന് പറയുന്നത് ഇനി അടുത്തത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, നമ്മളൊരു 3-4 കമ്മൽ കളക്ഷൻ കാണിച്ചു. അതിലുള്ള ഒരു കളക്ഷനാണ് ജാനുമോളുടെ ഒരു കമ്മലാണ് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത്. ഇനി ഇത് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മേടിച്ചതാണ്, വർക്കല പോയപ്പോൾ മേടിച്ച കളക്ഷനിലുള്ള ഒരെണ്ണമാണ്. ഇത് അടുത്തതെന്ന് പറഞ്ഞാൽ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി വാങ്ങിയതാണ്. കാരണം ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ നമ്മൾ ഇഷ്ടംപോലെ ഓർഡർ ചെയ്യുമല്ലോ. അങ്ങനെ ഓർഡർ ചെയ്തപ്പോൾ ഒരു 3-4 കമ്മൽ ഓർഡർ ചെയ്തതിൻ്റെ കൂട്ടത്തിൽ വന്നൊരു കമ്മലാണ്. പക്ഷേ എനിക്ക് ഇട്ടർക്ക് കൊള്ളത്തില്ല ഗൈസ്. എനിക്കിത് അബദ്ധം പറ്റിപ്പോയൊരു കമ്മലാണ്. പക്ഷേ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ എനിക്ക് ഇട്ടിട്ട് കൊള്ളത്തില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ ഇട്ടിട്ടില്ല. അങ്ങനെ ചീറ്റിപ്പോയ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി സൂക്ഷിച്ച് വെച്ചിരിക്കുന്നൊരു കമ്മലാണിത്. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ഉള്ളത് ഈ ഒരു കമ്മലാണ് കേട്ടോ. ഇത് കുഞ്ഞു ജുംക്കയുണ്ട് അതിനകത്ത്. ഇത് നമ്മൾ പേപ്പർ വാല്യൂഷന് വേണ്ടി SM കോളേജിൽ പോകും കേട്ടോ. അപ്പോൾ SM കോളേജിൽ നീലാംബരി എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അവിടെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അറിയാൻ പറ്റും, നല്ല കിടിലൻ ഷോപ്പാണ്, ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ മേടിച്ചതാണ്. ഒരു 120 രൂപയുടെ ഒരു കമ്മലാണിത്. നല്ല കമ്മലാണ് കേട്ടോ. ഒരുപാട് നാൾ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു കുഴപ്പമില്ല, ഒരു കേടുപാടുമില്ല, നല്ല കമ്മലാണത്. ഇനി അടുത്ത കമ്മലെന്ന് പറയുന്നത് ഞാൻ വാങ്ങിയിട്ട് കുറച്ച് നാളേ ആയുള്ളൂ, 1 മാസമേ ആയുള്ളൂ. പക്ഷേ തേച്ചു ഗൈസ്, ചീറ്റിപ്പോയി. ഇത് ഇച്ചിരി കോപ്പറിഷ് ആയിട്ടുള്ള സംഭവമാണെന്നും പറഞ്ഞാണ് വാങ്ങിയത്. പക്ഷേ ഇത് ഫെയ്ഡായിപ്പോയി, ചമ്മി നരച്ചു പോയി. അതുകൊണ്ട് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. ഒരു വട്ടം ഇട്ടപ്പോഴേ പോയി. പിന്നെ ഞാൻ എൻ്റെ കമ്മലൊക്കെ കീപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇട്ട് വരുമ്പോൾ വെച്ച് വിയർപ്പോ അതിനകത്ത് ഇങ്ങനെ ഓക്സിഡൈസർ ആവാനുള്ള ടെൻഡൻസിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തുടച്ച് കുറച്ച് ദിവസം ഒന്ന് നമ്മൾ ഉണങ്ങിയിട്ടൊന്ന് ബോക്സിലെടുത്ത് വെക്കത്തുള്ളൂ. ഞാൻ പുറത്ത് വെച്ചേക്കുമായിരുന്നു. ഇതും അങ്ങനെ കീപ്പ് ചെയ്താൽ പക്ഷേ ചീറ്റിപ്പോയി, ഇത് നശിച്ചുപോയി. അങ്ങനെയാണ് യൂഷ്വലി ഞാൻ എൻ്റെ കമ്മലെല്ലാം കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അന്ന് നമ്മൾ വർക്കല പോയപ്പോൾ മേടിച്ചതാണ്. ഒരു വട്ടം ഞാൻ ഇട്ടായിരുന്നു. നല്ല കമ്മലാണ്, സാരിയുടെ കൂടെയൊക്കെ നല്ലതായിട്ട് പോകുന്നൊരു കമ്മലാണിത്. അപ്പോൾ അതങ്ങനെ. ഈ ഒരു കമ്മൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ചില കമ്മലുകൾ നമ്മൾ മേടിക്കുമ്പോഴേ നശിച്ചു പോകും, ചിലതൊക്കെ ഒരുപാട് കാലം നിൽക്കും. അങ്ങനെ ഒരുപാട് കാലം എൻ്റെ കൂടെ നിന്നൊരു കമ്മലാണിത്. 5 years ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നൊരു ജുംക്കയാണ്. ഇത് പണ്ട് ഇറങ്ങിയൊരു ട്രെൻഡാണ്. പക്ഷേ ഇതിന് പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇവിടുത്തെ ഒരു മുത്ത് പോയി, നല്ല വിഷമമായി. പെട്ടെന്നൊക്കെ നമ്മൾ ജോലിക്ക് പോകുമ്പോഴേ എടുത്തിങ്ങനെ കാതിൽ കുത്തിയിട്ടുണ്ട് ഓടിപ്പോകാൻ പറ്റിയൊരു കമ്മലാണിത്. പക്ഷേ ഇതിൻ്റെ ഒരു മുത്ത് പോയി, ഇവിടെ നിന്ന് ഒരു മുത്ത് പോയി. പക്ഷേ അതൊരു സങ്കടമായിപ്പോയി. എന്നാലും ഞാനിങ്ങനെ ആരും കാണാതെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നത് വെച്ചാൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റിൽ വരുന്നൊരു വേറൊരു കമ്മലാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ കാണത്തില്ല ഇങ്ങനെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഓടിപ്പോയി എടുക്കുമ്പോൾ കൈ കൊടുക്കുന്നൊരു കമ്മൽ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫെയ്ഡായിപ്പോയി. നമ്മൾ റോയൽ ബൊട്ടീക്കിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ല കിടില സാധനമായിരുന്നു, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ളൊരു കമ്മലാണ്. പക്ഷേ താഴെ കണ്ട ഒരു മഞ്ഞ കളർ, അത് അതിൻ്റെ കളറല്ല, അതിൽ കളർ പിടിച്ചതാണ്. എന്താണെന്നറിയില്ല, അത് ഓക്സിഡൈസ്ഡായി ഇങ്ങനത്തെ കളറായി മാറി. അതിന് പോവാൻ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ടിപ്പ് ആർക്കെങ്കിലും അറിയാമെങ്കിൽ എന്ന് പറഞ്ഞു തന്നാൽ കേട്ടോ. എൻ്റെ കമ്മലും ഞാൻ അങ്ങനെ അതൊക്കെ മാറ്റിയെടുക്കാമായിരുന്നു. നല്ലൊരു കമ്മലായിരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ വരുന്ന ബംഗാളി ചേട്ടന്മാരുടെ കയ്യിൽ നിന്ന് മേടിച്ച സീരീസിൽ വരുന്ന വേറൊരു കമ്മലാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കണ്ടിട്ട് വരുന്നൊരു ടൈപ്പ് കമ്മലാണ്. ഇനി ഇത് ഞാൻ പറഞ്ഞില്ലേ, വാഗമൺ ടൂറിന് പോയായിരുന്നു, മക്കളെയും കൊണ്ടാണ് പോയത്, സ്റ്റാഫ് ടൂറിന് പോയപ്പോൾ. അപ്പം ഞാൻ അന്ന് അവിടെ നിന്ന് വാങ്ങിയതാണ്. കണ്ടാലൊരു കുഞ്ഞ് കിളിക്കൂടാണെങ്കിൽ ഇതിന് 80 രൂപ അന്ന് വില പറഞ്ഞു കേട്ടോ. അവിടെ നല്ല വിലയാണ്, വാഗമണിലൊക്കെ കമ്മലിനൊക്കെ നല്ല വിലയാണ് കേട്ടോ. അപ്പം എൻ്റെ ഒരു കുഞ്ഞു ജുമുക്ക അത്. പിന്നെ സെയിം ബംഗാളി ചേട്ടൻ്റെ കയ്യിൽ നിന്ന്, കൊട്ടിയത്തുള്ളൊരു ബംഗാളി ചേട്ടൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചത്. ഇത് യൂഷ്വലി നമ്മൾ കണ്ടിട്ടുള്ള ടൈപ്പൊക്കെയാണ്. അന്ന് കുറേ നാൾ ഞാൻ യൂസ് ചെയ്തു, എന്നിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 5 വർഷമൊക്കെ ആയി ഈ കമ്മൽ. ഇതിന് കേടുപാടൊന്നും സംഭവിച്ചിട്ടില്ല, നല്ലതാണ്. പിന്നെ എൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ളൊരു കമ്മലാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. ഇത് നല്ല ഹെവി ആയിട്ടുള്ള, കണ്ട ഒരു വലിയ ജുമുക്കയാണ് കേട്ടോ. ഇനി കളറൊന്നും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നല്ല കിടില ഒരു ജുമുക്കയാണിത്. കണ്ടാൽ നല്ല കിടില സാധനം, ഇട്ടാലും നല്ല സൂപ്പർ സാധനം. വിലയോ വെറും 40 രൂപ. ഞാനത് കന്യാകുമാരിയിൽ നിന്ന് മേടിച്ചതാണ്. കഴിഞ്ഞ അങ്ങേ വർഷം നമ്മുടെ ഫാമിലിയായിട്ട് കന്യാകുമാരി ട്രിപ്പ് പോയപ്പോഴത്തേക്ക് മേടിച്ചതാണ് കേട്ടോ. കന്യാകുമാരി പോയാൽ നമുക്കൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബാർഗെയിൻ ചെയ്ത് മേടിക്കാം. അവർ നമ്മൾ ചോദിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഡിമാൻഡ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് അവരോട് സംസാരിച്ച് വില കുറച്ച് മേടിക്കാൻ പറ്റും. അങ്ങനെ എനിക്ക് ലക്കിന് കിട്ടിയ കമ്മലാണ്. 2 വർഷം കൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നല്ല കിടിലമായിട്ടിരിക്കുന്നു, ഒരു കേടുപാടുമില്ല. എഗെയിൻ വീണ്ടും നമ്മളൊരു ബംഗാളി കമ്മലോടുകൂടി നമ്മുടെ ഇത്തവണത്തെ ജുംക്ക കളക്ഷൻസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇതും ഒരു ബംഗാളി ചേട്ടൻ്റെ കമ്മലാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഇത് കുറേ നാളിട്ടിട്ടുള്ളതാണ്. അതിൻ്റെ ബാക്കിലിരിക്കുന്ന ആണിയ ബുഷൊക്കെ പോയി. അപ്പോൾ കുറേ നാൾ നമ്മൾ ഇതും ഇട്ടൊരു കമ്മലാണ്.
അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ കമ്മൽ കളക്ഷൻ. ഒറ്റ ശ്വാസത്തിൽ ഞാനിങ്ങനെ പറയുന്നത്. കാക്കയൊക്കെ ഇതുവഴി പറന്ന് പോകുന്നുണ്ട്, കരഞ്ഞ് പുറത്ത് നിൽക്കുന്നുണ്ട്. ഒരുപാട് വേണ്ടാത്ത സൗണ്ടുകളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. ഞാൻ ദാ ഇവിടെ നിന്ന് വിയർത്ത് കുളിക്കുന്നുണ്ട്. നല്ല ചൂടാണ് ഗേൾസ് ഇവിടെയൊക്കെ. അപ്പോൾ എനിക്ക് കൂട്ടിന് കാക്കയുണ്ട്, കോഴിയുണ്ട്, കോഴിയുടെ സൗണ്ടുണ്ട്, കോഴിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. പിന്നെ മക്കളിവിടെ ബഹളം വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ചുറ്റുപാടിലൊക്കെ അല്ലേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളതൊക്കെ കൺസിഡർ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഓൺ വോയിസ് ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ തെറ്റ് കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയുക. നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് നല്ല രീതിയിൽ വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കമ്മൽ കളക്ഷൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.